പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ എന്നാൽ ഒരുപാട് ടെൻഷൻ പിടിച്ച ഒരു സമയമാണ്. ഈ സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ആൻഡ് സ്കാൻസിനെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ട്സ് പേരൻസിൻ്റെ മനസ്സിലുണ്ടാവും, പ്രത്യേകിച്ച് ന്യൂ മംസിന്. അത്തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മെഡിവിഷനിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ അഞ്ജിത എസ് ആണ്. നമസ്കാരം മാം. നമസ്കാരം. പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനുകളും മറ്റുമൊക്കെ എന്താണ്? ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉള്ള ഡൗട്ട്സ് ആണ് സ്കാനിങ്ങിന് അല്ലെങ്കിൽ എന്ത് ടെസ്റ്റുകൾക്ക് എവിടെ പോകണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണോ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ മെയിൻ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. ഫസ്റ്റ് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 3 മാസത്തിൽ ഒരു സ്കാൻ അനിവാര്യമാണ്. പിന്നെയുള്ള സ്കാൻ എന്ന് പറയുന്നത് 12 തൊട്ട് 13 ആഴ്ച വരെയുള്ള NT സ്കാൻ. NT സ്കാനിൻ്റെ കൂടെ ഡുവൽ മാർക്കർ ടെസ്റ്റ്. ഡുവൽ മാർക്കർ ടെസ്റ്റ് മിസ് ചെയ്യുന്നവർക്ക് 15 to 20 വീക്സിൽ ഒരു ലേറ്റ് അനോമലി സ്കാൻ പ്ലസ് ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ്. ഇതും മിസ്സാവുന്നവർക്ക് 5th മന്തിലെ ഡീറ്റെയിൽഡ് അനോമലി സ്കാൻ ആൻഡ് അപ് ടു 21 വീക്സ് ക്വാഡ്രിപ്പിൾ മാർക്കർ ടെസ്റ്റ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അതോടൊപ്പം ബ്ലഡ് ടെസ്റ്റുകളും കൂടെ ചെയ്യാനുണ്ടല്ലോ. അത് ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടി വരുന്നത്? യൂഷ്വലി NT സ്കാനിൻ്റെ ടൈമിൽ ആണ് പ്രഗ്നന്റ് ലേഡി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡുവൽ മാർക്കർ ടെസ്റ്റിൽ തന്നെ സെൻസിറ്റിവിറ്റി നല്ല ഹൈ ആണ്. ലേറ്റ് ആയി പോവുകയാണെങ്കിൽ 15 വീക്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ്, പിന്നെ അപ് ടു 21 വീക്സ് വരെ ക്വാഡ്രിപ്പിൾ മാർക്കർ ടെസ്റ്റ്.